നിന്റെ ഇളവ് നാട്ടിൽ ഓടിയുടെ നാട്ടാ കാശ് കടം വാങ്ങിച്ചേക്കുന്നത്. അതുകൊണ്ട് നാട്ടുകാരിപ്പോ എന്നെ ഒട്ടിക്കുക. അത്താപ്പാടി ജമാലിന്റെ 2 കൊടുത്തു. ജമാലിന്റെ എന്തോ 2 കൊടുത്തെന്ന്. എടാ 2 ലക്ഷം രൂപ മേടിച്ചെന്നവൻ. ആ മേളത്തെ സുമതിയും കൊടുത്ത്. സുമതിയാ? അവള് നമുക്കൊന്നും തന്നിട്ടില്ല. കടം ചോദിക്കണം, വേണ്ടാത്ത വയ്ക്കാതെ. അച്ഛാ ഒരു 200 രൂപ എന്നെ അടിക്കാൻ എടുത്തോട്ടെ. ആരെടുത്ത് വെച്ചിട്ടടുത്ത്? എന്റെ അടുത്ത് ചോദിച്ചിട്ടല്ല വണ്ടി നിന്നത്. എടാ എന്റെ വാങ്ങിച്ച 1.5. ഈ ഉച്ചയ്ക്ക് 1.5 അമ്മ വേണ്ടാത്ത ചോദ്യങ്ങൾ ചോദിക്കുന്നത്. നീ അതുകൊണ്ട് എന്ത് ചെയ്ത്? പാലക്കാട് ഐസ്ക്രീം കട ഇട്ട് കംപ്ലീറ്റ് അരിഞ്ഞു പോയി. അച്ഛാ ചെക്ക്. ചെക്കല്ല ക്യാഷാ. എന്തുവാടാ ഇത്? അച്ഛന്റെ പോക്കറ്റിൽ മച്ചിന്റെ മുകളിൽ. നന്നായി ജീവിക്കാൻ നീ എന്റെ പോക്കറ്റിൽ നിന്ന് കക്കണ്ട. എടാ ഒരു ചായ കുടിക്കാൻ പേടിയാ. ആകാശ് വീട്ടിൽ കൊടുക്കാലോ എന്ന് വിചാരിക്കും. ഇവ ആകാശം കക്കും. അച്ഛനുള്ളതല്ലേ എനിക്കുള്ളതല്ലേ? നല്ലൊരെണ്ണം കൊടുക്കച്ചാ. മോനെ മൊണ്ണയെന്ന് വിളി, അതാണല്ലോ ശീലം. ജീവനായൊരേട്ടനല്ലേ എന്നെ നീ ജോണി ഇവിടുന്ന് പോയതല്ലേ? ഇത്രയും കാലം എവിടായിരുന്നു മോനെ നീ? ഒരുപാട് അളിഞ്ഞു നടന്നു. ജീവിക്കാനായി പല വേഷം കെട്ട് ഞാൻ ചെയ്തു. അമ്മവ ജയലക്ഷ്മിയോട് പറയൂ ചക്കിപ്പയ്യൻ തിരിച്ചു വന്നു. അവൾ കാത്തിരിക്കുമായിരിക്കും. അവള് കേട്ടി 4ാമത്തെ കൊച്ചിന് വേണ്ടി കാത്തിരിക്കുന്നു. 4? അതെങ്ങനെ ശരിയാവും? സിനിമയിലൊന്നും ഇങ്ങനല്ലല്ലോ. അവക്കൊട്ട് ക്ഷമയില്ലായിരുന്നു മോനെ. അത് 4 കേട്ടപ്പോഴേ മനസ്സിലായി. കാശുള്ളപ്പോ പെണ്ണില്ല, പെണ്ണുള്ളപ്പോ കാശുമില്ല. അക്കൗണ്ട് എത്ര ആണ്? എത്ര ഉണ്ടെങ്കിലും കണ്ടോണ്ടിരിക്കത്തേ ഉള്ളൂ.